കേരളത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ടൊയോട്ടയുടെ വണ്ടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോറൂമാണ് നമ്മുടെ നൂർ മോട്ടോഴ്സ്. ഒരു മാസത്തിൽ നമ്മൾ എന്തായാലും ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്, 2 വീഡിയോ വെച്ച് വരാറുണ്ട്, എല്ലാ മാസവും വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും വിചാരിക്കും എല്ലാ മാസവും ഈ കിടക്കണമൊക്കെ ഒരേ സാധനമാണല്ലോ. പക്ഷേ ഒരേ സാധനമൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീഡിയോയിലൊക്കെ ഒരുപാട് വണ്ടികൾ സെയിലാവാറുണ്ട്. ഇവിടെ ഒരുപാടധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ നിലവിൽ ഈ ഒരു എപ്പിസോഡിൽ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണറുമാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന ചെറിയ ചെറിയ ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നല്ലൊരു ഫോർച്യൂണർ എടുക്കാൻ ആഗ്രഹിക്കുള്ളവർ ഈ ഒരു വീഡിയോ മിസ് ചെയ്യേണ്ട. എത്ര ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം, അതുപോലെ തന്നെ കുറച്ച് ക്രിസ്റ്റയും കാണിച്ചു തരാം. അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസിലുള്ള കുറച്ച് ഇന്നോവകളും അതിൻ്റെ ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ നമ്മുടെ വൈറൽ തരം സ്വാഗതം കസ്റ്റമർ നമ്മൾ സ്വാഗതം ഇജിന്റെ സ്വാഗതം ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരും നമ്മളെ പ്രേക്ഷകരെ നമ്മളെല്ലാവരെയും എന്ത് ചെയ്യണം, മോസ്റ്റ് വെൽക്കം ചെയ്യാം. അതായത് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നതിൽ കാര്യമൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കേസാണ്. ഏറ്റവും കൂടുതൽ ടൊയോട്ട വണ്ടികളാണ്. ടൊയോട്ട വണ്ടി മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, അല്ലാത്ത വണ്ടി നമ്മൾ പർച്ചേസ് ഇല്ല. ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ ഒരെണ്ണത്തിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. സ്വാഭാവികമായി അത് സർവ്വസാധാരണമായിട്ട് നമ്മളെ റോഡിൽ കണ്ടില്ലേ ചെയ്യുക, എപ്പോഴും തിരക്കാണ്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് അനുസൃതമായിട്ടല്ല വണ്ടി ഉള്ളത്. അപ്പൊ അതിന്റെ ഡബിൾ വണ്ടി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ പോറലും സ്ക്രാച്ചും ഒക്കെ എല്ലാ വണ്ടിക്കും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഏത് വണ്ടി ആയാലും വരുമ്പോ അതിന്മേൽ എന്താണോ ചെയ്യാനുള്ളത്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ബോഡി, പെയിന്റിങ്, ഇന്റീരിയർ, പോലീസ്, A to Z ചെയ്തിട്ടേ നമ്മൾ ഇവിടെ വെക്കുള്ളൂ. ഇനി കസ്റ്റമർ വന്നിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതും ചെയ്തു കൊടുക്കും. ഞാൻ പലരും പറയാണ്ട് ഏത് ഷോറൂം പോകുമ്പോൾ നിങ്ങൾ നല്ല വണ്ടി ഇവിടുത്തെ ഒരു വണ്ടി കണ്ടിട്ട് നല്ലതല്ലെന്ന് പറയാൻ പറ്റൂല. അല്ല, മൊത്തത്തിൽ എന്താ പറയാ, നമ്മളെ വണ്ടികൾ മോശം എന്ന് ഒരിക്കലും പറയിപ്പിക്കൂല നമ്മൾ. കാരണം പറയിപ്പിച്ചാൽ എനിക്കാണല്ലോ മോശം. നമ്മളെ സ്ഥാപനത്തിൽ വരുമ്പോൾ വണ്ടി മോശമാണെന്ന് പറയാൻ പാടില്ലല്ലോ. അതാണ്. അപ്പൊ ഒറ്റ കാര്യം പറയുന്നത്, നിലവിൽ കാണുന്ന വണ്ടികളൊക്കെ അടിപൊളി കണ്ടീഷനാണ്. ബാക്കി നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യുക, നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. പിന്നെ ഏത് വണ്ടിയാലും നമ്മൾ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. പിന്നെ എന്റെ അടുത്തുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറയാം, നമ്മളെല്ലാ വീഡിയോയിലും പറയണം, വീണ്ടും പറയാം, അതാണ് ഇന്റെ വണ്ടി ഏതെടുക്കുന്നോ പകുതി പൈസ തരും. 5 ലക്ഷം റുപ്യന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ 2.5 ലക്ഷം റുപ്യ വണ്ടി കൊണ്ടുപോകാം. ഒരാഴ്ച 4 ദിവസം 8 ദിവസം ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബാക്കി പൈസ തന്നാൽ മതി. അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന പൈസയും തിരിച്ചു കൊടുക്കുക. എന്തായാലും കോൽ എടുക്കുമല്ലോ, ഒരു വണ്ടി എടുക്കാനുള്ള ആഗ്രഹക്കാരാണല്ലോ പകുതി പൈസ തരുള്ളൂ. അപ്പൊ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ബേജാറാണ്ട് സംഭവം ഇതിലില്ല. ഈ പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ഈ ഒരു ഷോറൂമിൽ അല്ലാണ്ട് വേറെ ഒരു ഷോറൂമിലും. അതെ, ഇനി വണ്ടി ഫുള്ള് പൈസ തന്ന് കൊണ്ടുപോയാലും ലോണിനെടുത്ത് കൊണ്ടുപോയാലും 1, 2, 3 ദിവസം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ, അതായത് എഞ്ചിന്, ഗിയർ ബോക്സ്, ഫ്ലഡ് കയറുക, വെള്ളം കയറുക, അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസ് ആകുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് എങ്കിൽ ബൈ ചാൻസിൽ നമ്മളെ അറിവിലൊന്നും ഉണ്ടാവില്ല. കാരണം ഏത് വണ്ടി നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് എടുക്കുള്ളൂ. ഇൻ കേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, 100% പോലെ ചെലവായ പൈസ അടക്കം നമ്മൾ റീഫണ്ട് ചെയ്ത് ഇത്ര ധൈര്യത്തിൽ നിങ്ങൾക്ക് വണ്ടി തന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, 100% അങ്ങനെ തന്നെ ഉള്ളൂ. ബാക്കി പറയുന്നതിന് കൂടെ ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ. പിന്നെ ഇന്ത്യയിൽ ഒന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചാൽ ഏത് വണ്ടി വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അതെ, നമ്മൾ 4 നമ്പർ കൊടുക്കുന്നുണ്ട്, അതും കൂടി പറയണം. 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ചിലപ്പോൾ മക്കൾ വിളിക്കുമ്പോൾ ചെറിയ തിരക്കുണ്ടാവുമ്പോൾ എന്താ ചെയ്യുക, എടുക്കില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ക്ഷമ ചോദിക്കുകയാണ്. 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്ന വണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നാണ് പോലെ അയച്ചും തരും. ഓക്കെ, ഇത് 2010 ആണ്. ഇത് പറഞ്ഞറിയിക്കണം 2010 ആണെന്നുള്ളത്. കാരണം കണ്ടില്ലേ, ടൈപ്പ് 2ലേക്ക് മാറ്റി സിഗ്മ 4ന്റെ അലൈവ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൂപ്പർ സീറ്റ് കവറും ആൻഡ്രോയിഡും, അതായത് A to Z. ഇത് 2010 ആണെന്നുള്ളത് RC ബുക്ക് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ആ ലെവലിലാണ്. അതുപോലെ തന്നെ റീപ്ലേസ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് 2010 വണ്ടിയല്ല, മെയിൻ ക്ലാസ് മാറിയതില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മേജർ ആയിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. ഇപ്പൊ ഇതാ ഈ വണ്ടിയൊക്കെ പകുതി പൈസ തന്നോളി കൊണ്ടുപോയിക്കോളി. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,92,200 ഒരു പക്ഷേ ജെന്യൂൻ ആകും. 2010 വണ്ടിയല്ല, 15 കൊല്ലത്തെ ഒരു ഓട്ടം കുറവും കാര്യങ്ങളും ഉണ്ടാകും. കിലോമീറ്റർ എന്ന് പറഞ്ഞ സംഗതി മാത്രം ടയോട്ടന്റെ വണ്ടി എന്താ പറയുക, നമ്മൾ കേരള വണ്ടി ആണെങ്കിലും അല്ലാത്ത വണ്ടിയാണ് കിലോമീറ്റർ ജെന്യൂൻ ആണെങ്കിലും ആണെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അല്ലാന്നാണ് പറയുന്നത്. എന്താ കുഴപ്പം? പിന്നെ വേറെ കാര്യം, അതിനാണ് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ചെക്ക് ചെയ്തെടുക്കുക. വില നമ്മൾ ആവശ്യപ്പെടുന്ന വില 9 രൂപയാണ്. ഇതെന്താ പറയുക, ഇത് ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ 2-2.5 ലക്ഷം റുപ്യ വേണം. പിന്നെ ഇവിടെ NOCയുടെ പരിപാടിയില്ല, കേരള, അതായത് KL ആയ വണ്ടിയെ ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ലാത്ത വണ്ടിന്റെ കച്ചവടത്തിൽ തന്നെ വിളിക്കും വേണ്ട. കാരണം എന്താ പറയുക, പല ആളുകളും വിളിക്കലുണ്ട് NOC വണ്ടി. 9 ലക്ഷം രൂപയ്ക്ക് ഇത്ര നീറ്റ് വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഈ കിടക്കുന്നാണെങ്കിലോ, ഇത് അതേ സാധനം തന്നെ 2014 മോഡൽ 4x4 മാനുവൽ. 14 4x4 മാനുവൽ. അതായത് 14 ആ ഒരു മോഡൽ കാണൽ വളരെ കുറവാണ്. അതെ, ഇത് സാധാരണ 9, 10, 11 വരുന്നത്. ഇതെന്തെങ്കിലും അപാകത ഉണ്ടോ? ഇത് മേജർ ആയിട്ട് ഒരു അപാകത ഇതിന് പറയേണ്ട ആവശ്യമില്ല. മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല. മെയിൻ ക്ലാസ് മാറിയിട്ടില്ല, ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. ഇതാ ഇതിന്റെ ഓൾറെഡി ഈ ഹെഡ്ലൈറ്റ് പിന്നെ ബമ്പറൊക്കെ ഞാൻ തന്നെ മാറ്റിയതാ. കാരണം എന്താ പറയുക, ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടില്ലേ ഒരു പുതിയ ലുക്കിലാണല്ലോ നിൽക്കുന്നത്. അല്ലാതെ അതിപ്പോ നമ്മൾ മാറിയെന്ന് പറഞ്ഞാൽ മതി. കിലോമീറ്റർ ചെക്ക് ചെയ്തോളാം. വണ്ടി പക്ക നീറ്റ്, പകുതി പൈസ തരാ കൊണ്ടുപോകുക. അത്ര തന്നെ.
ഇത് നമുക്ക് ഒറ്റ വില പറഞ്ഞാൽ മതി. 14 4x4 മാനുവൽ വണ്ടി 12 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ലോൺ വേണ്ട ആളുകൾക്കാണെങ്കിൽ 12 ലക്ഷം റുപ്യ ലോണും കിട്ടും. അതാണ് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ എഗ്രിയാണ്. അതെ. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ഇതും അതുപോലെ തന്നെ മോനെ 2012 വണ്ടിയാണ്. സോറി 13 വണ്ടി അല്ലേ? ഇതിന്റെ മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ. 13 വണ്ടി 226 ജെന്യൂൻ കിലോമീറ്റർ. അതുപോലെ തന്നെ ഒരു 95% ടയറും ഉണ്ട് അല്ലേ? ടയർ 95% ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താ വെച്ചാൽ ഈ വണ്ടി 3 കൊല്ലം മുമ്പ് ഞാൻ തന്നെ കൊടുത്തതാ. 3 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത് അവർക്ക് സെറ്റ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയിൽ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് കാലമായിട്ട് നാട്ടിലുള്ള. അതെ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഇതിപ്പോ 2012 പറഞ്ഞു. 13 വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി. ശരി, എന്താ വില? ഇത് നമ്മൾ 13,000 റുപ്യ ആവശ്യപ്പെടും, ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 13,50,000 റുപ്യയിൽ നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ വരെ വന്നിട്ട് വണ്ടിയൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വില ഉറപ്പാണല്ലേ? അതെ. ഇതാണെങ്കിലോ ഇത് 2016 ഒറിജിനൽ കേരള വണ്ടി. 16 മെയിൻ ക്ലാസ് മാറാത്ത വണ്ടിയാണ്. 16 മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. 1.55 പ്രോപ്പർ സർവീസ്. 70% പുറത്ത് ടയറും ഉണ്ട്. അതെ അതെ. ഇത് കേരള വണ്ടി ആയതുകൊണ്ട് ഒറിജിനൽ കേരള വണ്ടി. പേപ്പറിന്റെ ഭാഗം പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഹിസ്റ്ററി ഒക്കെ പക്കല്ലേ? ജെന്യൂൻ കിലോമീറ്റർ 1.55 പ്രോപ്പർ സർവീസ്. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി കിലോമീറ്റർ പക്കയാണ്. നിങ്ങൾ 1.55 ജെന്യൂൻ ആണ്. നമ്മൾ കേരള വണ്ടി എന്തെങ്കിലും പറയാൻ പറ്റും ആൾക്കാരോട്? ഒന്നും പറയാൻ പറ്റൂല. കിലോമീറ്റർ ജെന്യൂൻ ആണ്, സർവീസ് ജെന്യൂൻ ആണ്. മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല, മേജർ ആയിട്ടുള്ള ഒരു ക്ലെയിമോ കാര്യങ്ങളോ അതും ഇല്ല. 16 ഒറിജിനൽ കേരള വില കൂടി പറ. ഇത് 19 റുപ്യ നമ്മൾ ആവശ്യപ്പെടും. ഒരു 19 റുപ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം. കേരള വണ്ടിയൊക്കെ ആയതുകൊണ്ടാണ്. ഇതിന്റെ റീയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷം റുപ്യ അതൊക്കെ കിട്ടും, 5 റുപ്യൊക്കെ കിട്ടും. ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇത് കേരള വേണം എന്നുള്ള ആഗ്രഹക്കാരുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ 19 ലക്ഷം രൂപയ്ക്ക് നമുക്ക് റീല് ന്യൂ ഷേപ്പ് കിട്ടും. റീല് കിട്ടൂല. റീലൊന്നും 19 ലക്ഷം റുപ്യൊക്കെ ന്യൂ മോഡൽ വണ്ടി കിട്ടൂല. ചിലപ്പോ കിട്ടുന്നേ. അതെ. ഇനി ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ 2013 വണ്ടി. ഇതും മെയിൻ ക്ലാസ് മാറിയില്ല. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഇതിന്റെ ബോസിന്റെ വണ്ടിയാ. അതാ ഹെഡ്ലൈറ്റിനൊക്കെ ഏകദേശം ഒരു 40 രൂപ വില. അതുപോലെ തന്നെ 4 പുതുപുത്തൻ ടയറാണല്ലോ. 4 പുത്തൻ ടയർ, കമ്പനി കറക്റ്റ് ടയോട്ട സർവീസ്. ബോസിന്റെ വണ്ടി. പൈസക്ക് പഞ്ഞൊന്നുമില്ല. അതെ അതെ. പൈസ ഉണ്ടാകുമ്പോൾ എന്താ നിങ്ങൾ വണ്ടി ഉണ്ടായാൽ മതി. അപ്പൊ 13 വണ്ടി പക്ക ഒറിജിനൽ കേരള വണ്ടിയാണ്. കറക്റ്റ് സർവീസ്, ഷോറൂം സർവീസ്. 1.70 ഇപ്പൊ സർവീസ് കഴിഞ്ഞു. 0 ക്ലെയിം. അതാണ് ഗ്യാരണ്ടി. വില ഇതിന് ബോസ് 5 റുപ്യ ആവശ്യപ്പെടും. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊക്കെ ഞാൻ പറയുമ്പോ എന്താ പറയാ, 13 ഒറിജിനൽ കേരളയാണ്. റീവണ്ടിന്റെ എല്ലാവരും 2 ലക്ഷം റുപ്യ കൂടും, അത്ര തന്നെ ഉള്ളൂ. 13 റുപ്യക്ക് റീവണ്ടി കിട്ടുമോ? അത്ര വരില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നല്ല വണ്ടി, കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി, ഒറിജിനൽ കിലോമീറ്റർ ഉള്ള വണ്ടി ഇപ്പൊ കേരള ആയാലും റീ ആയാലും ഒരു കുഴപ്പമില്ല അല്ലേ? അല്ല, അങ്ങനല്ല. ഇത് ചില ആളുകൾക്ക് ഇതിന്റെ അസിലി ഒറിജിനൽ സാധനമാണെന്നുള്ള ആഗ്രഹക്കാരുണ്ടാവും. അങ്ങനത്തെ ഇപ്പൊ എന്തെയ്യുള്ളൂ, അവർക്ക് എത്ര ലാഭത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാലും റീ വേണ്ട. ഒരു ബേജാറായി കാരണം മനസ്സിൽ റീ വണ്ടി ആയതുകൊണ്ട്. പിന്നെ വേറെ കേസ്, ഇതിനെന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള ധാരണയാണ്. അതെ അതെ. അല്ല, ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു അസിലി തറവാടിത്തുണ്ടാവും. VPK മോട്ടോർ സമാന ടയോട്ടയിൽ നിന്ന് പെരിന്തൽമണ്ണെന്ന് ഡെലിവറി ചെയ്ത വണ്ടിയാണ്. KL10 വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ക്രിസ്റ്റൽ. ഇത് 2016 ക്രിസ്റ്റയിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. സെഡ് ഓട്ടോമാറ്റിക്, സെഡ് മാനുവൽ ടോപ്പ് എൻഡ്. സെഡ് മാനുവലും അധികം കാണാത്തൊരു സാധനമാണല്ലേ? സെഡ് മാനുവൽ കുറവാണ്. കാരണം ഇത് ലേശം പിന്നെ ഗഡ്സുള്ള ആൾക്കാരെ കൊണ്ട് സെഡ് മാനുവൽ എടുക്കാൻ കഴിയുള്ളൂ. അതായത് ഏറ്റവും വില കൂടിയ വണ്ടിയാണല്ലോ. ഇത് കിലോമീറ്റർ 2.30 പ്രോപ്പർ സർവീസ്. അതെ. പിന്നെ അപാകത ഒന്നും പറയണ്ട. ഒരു ബമ്പറും ഒരു ഹെഡ്ലൈറ്റും മാറിയിരിക്കണം. അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള സംഗതികളാണ്. അല്ലാതെ മേജർ ആയിട്ട് ബോണറ്റോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല. ടയോട്ടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി. 16 സെഡ് മാനുവലിന്റെ വില കൂടി പറയും. 16 സെഡ് മാനുവൽ നമുക്ക് 5 റുപ്യക്ക് കൊടുക്കാം. ഒറിജിനൽ കേരള കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി വേൾ വൈറ്റ് വണ്ടി അല്ലത്. 15,50,000 സെഡ് ആണെന്നുള്ളത് ആലോചിക്കാം. അതുപോലെ തന്നെ ഈ ക്രിസ്റ്റ ഇത് ഏതാ മോഡല്? ഇത് 2016 ആണ്. ഈ ക്രിസ്റ്റ സീരീസിൽ ഒരു ഹൈലൈറ്റ് കളർ സാധനം. അതെ അതെ. ഓരോരുത്തർക്കും ഓരോ കമ്പാണല്ലോ ഇപ്പൊ ഇതിൽ. അതെ അതെ. G4 ഓട്ടോമാറ്റിക് ആണ്. 2.8G എന്ന് പറയും. അതെ അതെ. 2.8 ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ കിലോമീറ്ററോ 1.40 പ്രോപ്പർ കിലോമീറ്റർ അല്ലേ? ടയർ ഭാഗങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ 24 വരുന്ന ടയർ കാര്യങ്ങൾ. 16 പൈസ തന്നാലും 21-22 വരുന്ന ആ ഒരു. അതെ അതെ അതെ. അതൊക്കെ ഉണ്ട്. അതെ. പിന്നെ അപാകത ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഒന്നുമില്ല, അങ്ങനെ തന്നെ പറയാം. എന്താ വില? ഇത് നമ്മൾ ഒറ്റ വില പറയുള്ളൂ. 14 റുപ്യക്ക് നമുക്ക് 16 G4 ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ. മാന്യമായിട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല, ഫുള്ള് ഫിറ്റിംഗ്സ്, സീറ്റ് കവർ, ആൻഡ്രോയിഡ് 360 460 എല്ലാ ക്യാമറ എല്ലാ സാമാനം ഉണ്ട്. അല്ല, ഇതിലുള്ള സംഗതിയാണ്. നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാത്തോണ്ടേ. ഇതാണെങ്കിലോ 2016 സെഡ് ഓട്ടോമാറ്റിക്. ലോ കിലോമീറ്റർ എന്ന് പറയാം. കറക്റ്റ് 1 ലക്ഷം കിലോമീറ്റർ. 1.5 കോടി. 16 റിയല്ലേ?
16 Z ഓട്ടോമാറ്റിക് റീ വണ്ടി. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റ് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അല്ല, അതൊന്നും ഇപ്പൊ അപാകത എന്ന് പറയാൻ പറ്റില്ല. ചെറിയ സംഗതിക്കൊന്നും അമ്മായിമപ്പോര് കാട്ടരുത്. ചെറിയ മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറം പോവാ, അല്ലെങ്കിൽ ഉള്ളിൽ ഡാഷ്ബോർഡ്, എയർ ബാഗ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ ബമ്പർ മാറാ, ലൈറ്റ് മാറാന്നൊന്നും പറഞ്ഞാൽ എന്താ ചെയ്യില്ല, നോർമലാണ്. പക്ഷെ ചിലവരെന്താ ചെയ്യില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറുന്നതാണ്. കറക്റ്റ്. റേഡിയേറ്റർ, കണ്ടൻസർ, ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറുന്നത് നല്ലതാ. കാരണം അതെ, പുതിയ സാധനം വെക്കല്ലേ, പഴയത് ഒഴിവാക്കിയിട്ട് പുതിയത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേജർ ഇടി അല്ലാണ്ട് ഈ സ്ക്രാച്ച് ഒക്കെ വന്ന് മാറുന്നതൊന്നും അത് ഏറ്റവും നല്ലതാണ്. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് 15 ദിവസം ബാലൻസ് ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ഈ വണ്ടിക്ക് 16 or 17 ലക്ഷം റുപ്യ IDV പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അതെന്തിനാണ് വല്ല ക്ലെയിമോ കാര്യമോ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല, വണ്ടി നല്ല നീറ്റാണ്. ഈ പറഞ്ഞ പോലെ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് 2 മാറി. വില പറഞ്ഞില്ല. വില നമ്മൾ 16,000 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 16 മോഡൽ സെഡ് ഓട്ടോമാറ്റിക്കിന് 16,000 റുപ്യ. ലോ കിലോമീറ്റർ ആട്ടോ. ഈ വിലക്കൊന്നും വണ്ടി എവിടെയും കിട്ടില്ല. പേപ്പർ ആക്കി ഇവിടെ KL ആയ വണ്ടി അല്ലാതെ കച്ചവടം പെടലല്ലോ. ഇത് സെഡ് ഓട്ടോമാറ്റിക് ആണോ? ഇതും Z ഓട്ടോമാറ്റിക്. ഇതും 16 Z ഓട്ടോമാറ്റിക് പേൾ വൈറ്റ് വണ്ടി. പറഞ്ഞു തുടങ്ങിയത് എല്ലാം 16. അതെ, 16, 17, 18, 19, 20 വരെ ക്രിസ്റ്റ പമ്പടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതാ കമ്പനി വന്നത് ഇത് ടൈപ്പ് 2 ഫേസ് ടൈപ്പ് 2 മാറിയത്. അതിപ്പോ വണ്ടികൾക്ക് എന്താ 1 വണ്ടികൾക്ക് 2 നമ്മൾ ആക്കി കൊടുക്കും, 2 വണ്ടികൾക്ക് 3 ആക്കി കൊടുക്കും, എന്തും ചെയ്തു കൊടുക്കും. അതൊക്കെ ജനങ്ങളെ കസ്റ്റമർ വന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞാൽ എന്താ കല്ലായിപ്പാലം പൊന്നാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടിയിലാക്കി കൊടുക്കും. അതാണ് നമ്മളെ കണ്ടീഷൻ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളിവിടെ വരുന്ന സമയത്ത് നല്ലോണം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെയുള്ള വണ്ടികളൊക്കെ ഏകദേശം പക്കയാണല്ലേ? നമ്മള് നോക്കണം നോട്ടല്ല, ഇത് എടുക്കാൻ വരുന്നവർ നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. ഓനോന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ഒരു മനുഷ്യർ ഇന്നോവ വാങ്ങുക, ക്രിസ്റ്റ വാങ്ങാൻ, അത് 40 റുപ്യന്റെ മാരുതിക്കാറല്ലോ വാങ്ങണേ. അല്ല, 40 വണ്ടി വാങ്ങണോനോ ഓനൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അപ്പൊ എന്താ സംഗതി വരുന്ന ആളുകൾ എവിടെ കൊണ്ടുപോയി നോക്കിച്ചോട്ടെ. മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ തീർത്തു കൊടുക്കും. മേജർ എന്ന് പറയുന്നതാണ് കാര്യം. അതെ, അല്ല മൈനർ ആയിട്ട് ചെറിയ പനി, തലവേദനയൊക്കെ സർവ്വസാധാരണ അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുവരുമ്പോ ഒരാൾ ഒന്നും ഇല്ല എന്നൊന്നും ചിലപ്പം പറയില്ല. ഒരു വർക്ക്ഷോപ്പ് തന്നെ എന്തെങ്കിലും പണി വേണ്ടേ, അപ്പൊ ഒരു ഷോക്കപ്പ് പോയില്ലേ, ഒരു ബുഷ് പോയില്ലേ, ബോൾ ജോയിന്റ് പോയിന്, ടയറോഡന്റ് പോയിന്, ലോറാം ബുഷ് പോയിന്, അപ്പുറം ബുഷ് പോയിന് എന്നൊക്കെ പറയും. ഇതിപ്പോ നമുക്ക് എന്താ വില? 16 സെറ്റ് ഓട്ടോമാറ്റിക് നമ്മൾ 16 റുപ്യാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഒരു 15 റുപ്യക്ക് വണ്ടി അവസാനിപ്പിക്കും. ഇത് ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ്. ലോ കിലോമീറ്റർ ആണ്. ഇത് 2 സംതിങ്, അത് 1 സംതിങ്. പിന്നെ കിലോമീറ്ററിന്റെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പൊ എന്താ നമ്മളെ പർച്ചേസ് വാല്യൂവിനനുസരിച്ചൊക്കെ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെ ഉണ്ടല്ലോ. ഒരേ വണ്ടിക്ക് പല വില. ഇത് തേങ്ങന്റെ അടക്കന്റെ ഒന്നും മാതിരി നിത്യവിലയൊന്നുമില്ല, സ്വർണ്ണത്തിന്റെ മാതിരി അങ്ങനെ മാർക്കറ്റ് ഒന്നുമില്ല. നമ്മളൊരു വണ്ടിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ചില വണ്ടി 50 രൂപ കൂട്ടി കിട്ടും, അപ്പൊ അതിനനുസരിച്ച് വിൽക്കേണ്ടി വരും. ചില വണ്ടി 50 രൂപ കുറഞ്ഞു കിട്ടും, അതിലാണ് നമ്മൾ കൂട്ടി വിൽക്കാൻ നിൽക്കൂല. കുറച്ച് വിറ്റ പെട്ടെന്ന് പണി നടക്കും. 16 സെറ്റ് ഓട്ടോമാറ്റിക് ഇത് നിങ്ങൾക്ക് 15,50,000 പറഞ്ഞ പോലെ തന്നെ ഒരു 10 ലക്ഷം റുപ്യ സുഖമായിട്ട് ലോൺ കയറും. ബാക്കി പ്രൊഫൈൽ എല്ലാ വണ്ടിയിലും ലോൺ ആവശ്യത്തിന് കിട്ടും. ഈ ലോൺ ബാങ്കിൽ ഇഷ്ടം പോലെ കോടിക്കണക്കിന് റുപ്യ കെട്ടിക്കിടക്കും. ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കുട്ടിച്ചാക്ക് കൊണ്ടുപോയി നടക്കുകയാണ് പൈസ. ഈ പൈസ ബാങ്ക് എന്ത് ചെയ്യണം, ബാങ്കിന് എന്തെങ്കിലും ഈ പൈസ ഇട്ട് കൊടുത്തോൾക്ക് ലാഭം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇത് ബിസിനസ് ചെയ്യണം. അപ്പൊ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7.5, അതായത് 7.5 തൊട്ട് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ആണ്. ഇവിടെ ബാങ്കിന്റെ സ്റ്റാഫുകൾ 2 ആളുണ്ട്. നമുക്ക് ലോണും ഫിനാൻസ് ഒന്നും ഇല്ല. മാണ്ടുകൾക്ക് എന്ത് ചെയ്യുക, ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നിധി ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ അയച്ചു കൊടുത്താലും ഓരോ സിബിൽ സ്കോർ കാര്യങ്ങളും പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. 10 ലക്ഷം രൂപന്റെ ഒക്കെ മേലെ ലോൺ കയറണമെങ്കിൽ അത്രയും നല്ല പ്രൊഫൈല് ബിസിനസ് വേണം, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ലോണിന്റെ കാര്യം അന്റിന്മാര് ഗ്ലാമർ ഉണ്ടായിട്ട് കാര്യമില്ല. ആള് ഗ്ലാമർ നോക്കിയിട്ട് ബാങ്ക് തരുമോ, പ്രൊഫൈലാ നോക്കുക. ഗ്ലാമറിന് എത്ര മോശമായാലും ഒരു കുഴപ്പമില്ല. പ്രൊഫൈല് ദമ്മാണെങ്കിൽ എന്ത് ചെയ്യും, വള്ളർച്ച് ലോൺ കിട്ടും. ഇപ്പൊ പല ആളുകളും നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടിട്ട് ഫുൾ ലോൺ വരെ കിട്ടുന്നുണ്ട്. ഈ പ്രൊഫൈലാണ് ഒരു ലക്ഷക്കണക്കിന് റുപ്യ ട്രാൻസാക്ഷൻ. ഇപ്പൊ എന്തിനാ പറയാ, നമ്മളെ കഴിഞ്ഞ മാസം നമ്മളൊരു മീൻ കച്ചവടക്കാരൻ അവരുടെ എടുത്ത് അയാൾക്ക് ഡെയിലി 3000, 4000 ഡെയിലി ഗൂഗിൾ പേയിൽ വരുന്നുണ്ട്. 100, 150, 200, 300 പറഞ്ഞിട്ട് 4000, 5000 റുപ്യ ഡെയിലി വരിക. അപ്പൊ ഒരു മാസം അയാൾ 1.5 ലക്ഷം റുപ്യ വരുമാനമായി. സംഗതി കണ്ടാൽ മൂപ്പരെ ലുക്കൊന്നും തോന്നില്ല, പക്ഷെ മൂപ്പര് ബാങ്കിന്റെ കണക്കിൽ ഹൈ പ്രൊഫൈലാ. അപ്പൊ അയാൾക്ക് ഫുള്ളും കിട്ടിയെന്നാ പറഞ്ഞത്. പിന്നെ വേറെ കേസുണ്ട്, ഈ പറഞ്ഞ പോലെ ഡ്യൂ ഒന്നും ഇല്ലാതിരിക്കും, അങ്ങനെ കുറെ ഒരുപാട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഉണ്ടാവും. ഇവിടെ 90% ആൾക്കാർ ലോണിന് വന്നവർക്ക് എന്തെങ്കിലും ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വിധം കഴിയുമെങ്കിൽ ബാങ്ക് കൊടുക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു സെറ്റ് ഉണ്ടെങ്കിൽ വെച്ച് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 40, 50, 60 മിനിറ്റ് ആയാലും അല്ലല്ല മിനിറ്റ് അല്ല. ഇതെന്താ പറയുക, ചിലവർക്ക് ഇത് ബോറടിക്കും. പക്ഷെ 50% ആളുകൾ നമ്മുടെ അടുത്ത് വന്നാണ്ട് പറയലുണ്ട്, നിങ്ങൾ വ്യക്തതയിൽ, കൃത്യതയിലും വ്യക്തതയിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ എനിക്കറിയാം, അതൊരു പിന്നെ SLC പരീക്ഷ എഴുതുന്ന മാതിരി ഒന്നും ഇത് തീർന്നു കിട്ടൂല. അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷെ പല ആളുകൾ നമ്മൾ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വെറും മോഡലും ഡീറ്റെയിലും അല്ല, ശരിക്കും ഇതിന്റെ ഉൾഭാഗം, പുറംഭാഗം, ടയർ ഭാഗം എല്ലാ ഭാഗവും
അയച്ചു അല്ല കൊടുക്കും. ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ആളുകൾ ഉണ്ട്. ഇതിന്റെ അല്ല ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് മാക്സിമം ഒരുപാട് വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് അതെ 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 അതെ. അപ്പൊ എന്തായാലും കുറച്ച് വണ്ടി എന്തായാലും അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട. ടയോട്ടന്റെ ഒരു വണ്ടി, അതായത് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ, നിങ്ങൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടോ എന്റെ അടുത്തേക്ക് പോകുന്നോളൂ. അത്ര ഇപ്പൊ നമുക്ക് ഇതിൽ പറയാൻ കഴിയുള്ളൂ. നമ്മളെന്താ ഇതൊക്കെ പാടെ നീട്ടിപ്പരത്തി പറയുമ്പോൾ ഒരു 35ഓളം വണ്ടി ക്രിസ്റ്റ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇതെപ്പോ തീരുന്നൊന്നും പറയാൻ പറ്റില്ല. വണ്ടി കച്ചവടമല്ലേ, ചിലപ്പോൾ തോന്നുണ്ടാവും വണ്ടികൾ ഏത് വണ്ടിയായിട്ട് എക്സ്ചേഞ്ചും തരും. അതെടുക്കും അതെടുക്കും. കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പേപ്പർ വാലിഡ് ഉള്ള ഏത് വണ്ടിയായിട്ട് ഞാൻ പണ്ടത്തെ പോത്തിന്റെ അതെ അതെ അതൊക്കെ ചെയ്യും. അതായത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു പോത്തും കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കൂല, അതിന്റെ ഒരു വിലക്ക് നമ്മൾ അത് എടുക്കൂലേ. പിന്നെ ഞാൻ പാരമ്പര്യ കന്നുകച്ചവടക്കാരൻ, എന്റെ വാപ്പാക്ക് അതാണ് കച്ചവടം. പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഏത് കൊടുക്കും, ഒരു മനുഷ്യന് എന്താണോ ആഗ്രഹം, നമ്മളെ ബാറ്റ സമ്പ്രദായം എന്തായാലും പറയല്, ബാറ്റ സമ്പ്രദായം. അതെ അതെ, എന്താണോ ഓരോ കയ്യിലുള്ളത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയിട്ട് പെടുന്ന നമ്മുടെ അടുത്തുള്ള അങ്ങോട്ട് കൊടുക്കും. അതിന് നിങ്ങൾ ബേജാറാണ്, ധൈര്യമായിട്ട് വന്നു. അപ്പൊ നമ്മൾ കൂടുതൽ കഥ പറഞ്ഞ് നീട്ടുന്നില്ല, പെട്ടെന്ന് എടുത്ത് ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത് 2019 ഒറിജിനൽ കേരളയാണ്, G+ ആണ്. ഇപ്രാവശ്യം കുറെ കേരള വണ്ടി ഉണ്ട്. കേരള വണ്ടി എല്ലാം ഉണ്ട് നമ്മളെടുത്ത്. കേരള വണ്ടി പറഞ്ഞപ്പോ എന്താ പറയുക, ഈ പുറത്തെ വണ്ടികള് പിന്നെ ലേസം ഈ ഫൈനും കാര്യങ്ങളും ഏത് വണ്ടി മേലെ എനിക്കറിയാം 250 റുപ്യന്റെ ഫൈൻ ഉണ്ടെങ്കിലും വണ്ടി നമ്പറായി കിട്ടൂല. അവിടുന്ന് പോലെ NOC അടിച്ചു. കേരളത്തിൽ അതിന് മാത്രം വണ്ടി കൊടുക്കാനൊക്കെ ഉണ്ടല്ലേ? അല്ല വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ല, വണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുക്കും. നമുക്ക് വിലപ്പാകം ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് വിൽക്കാൻ വില തോതുള്ള വണ്ടിയാണ് നമ്മൾ അവിടുന്ന് വാങ്ങും, ഇവിടുന്ന് വാങ്ങുന്ന 19 കേരള വണ്ടി 19 വണ്ടി നമ്മൾ 19 റുപ്യ ആസ്കയും ന്യായമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. G+ ഓട്ടോമാറ്റിക് ആട്ടോ, 2.8G ഓട്ടോമാറ്റിക്. ഇത് 2017 2.8G തന്നെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമ്മൾ 17 റുപ്യ ആവശ്യപ്പെടും. ഒരു നല്ല വെടിക്കെട്ട് സീറ്റൊക്കെ വെടിയാണ് വെച്ചാൽ മതി. ഞാൻ സീറ്റ് ആവുന്ന ആലോചിക്കേണ്ട സൂപ്പർ സീറ്റ്, നല്ല A to Z ഹൈ ക്വാളിറ്റി. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 2.4 അല്ല 8 ഓട്ടോമാറ്റിക്. അതെ അതെ, മോശമൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. ഇത് എത്ര 17 റുപ്യ നമ്മൾ ആവശ്യപ്പെടും, ന്യായമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കും. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോ അതർ വേറെ ബ്രാൻഡിലുള്ള സാധനം ഇടയിൽ കിടക്കുന്നത് കാണിക്കുന്നു. ഇത് XUV അല്ലാത്ത എന്താ പേരാണ്, TUV ഓട്ടോമാറ്റിക്. അതും W8 അല്ലേ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി T8. ഓക്കെ. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത എന്ന് പറയാൻ ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിന് എടുക്കുന്ന വണ്ടിയാണ്. നിലവിൽ നമ്മൾ കോഴിക്കോട് പേരാമ്പ്ര ഒരു കസ്റ്റമർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. 5 കൊല്ലമായിട്ട് 4 റുപ്യ കൊടുക്കുമോ? 4 റുപ്യ അല്ലെങ്കിൽ നമുക്ക് 4.25 റുപ്യ കൊടുക്കാം ന്യായമായിട്ട്. ഓട്ടോമാറ്റിക് ആണ് ന്യായമായി. അത് അങ്ങ് ഏറ്റവും കുറഞ്ഞ വില അല്ലേ? ഇതൊക്കെ എന്താ പറയാ, ലോൺ മാണ്ടിയ ആൾക്കാർക്ക് ഇത് പള്ളർച്ച് ലോൺ കിട്ടും. ആ 4.25 റുപ്യ ബാങ്ക് ലോൺ കൊടുക്കും. മോഡൽ 2016 T8. അതായത് മാനുവലിന്റെ വിലക്കാണ് ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആണ്, മോശമൊന്നുമില്ല. വില 4.4 അല്ലേ? 4.25 റുപ്യ നമുക്ക് കൊടുക്കാം. നമുക്ക് പുറകിലായിട്ട് കുറച്ച് വേറെ വണ്ടികളുണ്ട്. അതായത് ഇത് മോഡൽ ഇത് 2020 വണ്ടിയാണ്. 20 ഇത് പിന്നെ എന്താ നമ്മൾ പറയാ, ഡെലിവറിക്കും വണ്ടി വെയിറ്റ് ചെയ്യാൻ മാതിരി ഇത് NOCക്കും വണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2020 വണ്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15.5 റുപ്യ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 20 വണ്ടി പേപ്പർ ആക്കിയിട്ട് പേപ്പർ കേരളത്തിലേ കൊടുക്കുള്ളൂ. ഇപ്പൊ നിലവിൽ MP ആണ്, MP കാരനെ ഞാൻ അങ്ങനെ കൊടുക്കില്ല. 15 റുപ്യ മതി. 15 റുപ്യക്ക് ഞാൻ ഈ 2020 വണ്ടി കൊടുക്കും. G4+ സെക്കൻഡ് ഓണർ ആണ്. 1,55,000 കിലോമീറ്റർ. ഇവിടെ നമ്പർ ആവുമ്പോൾ സെക്കൻഡ് ഓണർ വണ്ടി. വേറെ അപാകത ഒന്നുമില്ല, ഒരു അപാകതയും പറയേണ്ട കേസ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2017 Z ഓട്ടോമാറ്റിക്. 17 Z ഓട്ടോമാറ്റിക്. അടിപൊളി. പിന്നെ കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. Z ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർ. അതെ. മോശമൊന്നുമില്ല. 17 അടിപൊളി കണ്ടീഷൻ ആട്ടോ. വണ്ടി നല്ല പേൾ വൈറ്റ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇത് 21 റുപ്യൊക്കെ കസ്റ്റമർ ആസ്ക് ചെയ്യും. നമുക്ക് എന്താ നമ്മൾ കസ്റ്റമർ വണ്ടിയാണ്, വേണ്ടപ്പെട്ട ആൾക്കാർ നിർത്തട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. 21 റുപ്യാണ് ഒരു ആസ്ക് ചെയ്യണത്. 20 റുപ്യൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങി കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാണ് മോനെ. അല്ല ഇതിപ്പോ എന്താ പറയുക, യാതൊരു സംഗതി പറഞ്ഞാൽ നമ്മളെടുത്താവുമ്പോ എന്താ നമ്മൾ തോതിന് കൊടുക്കും. നമുക്ക് ഈ പണി നടക്കണം. ഇതിവിടെ ചുറുക്കനോ ഷോക്കോ വെക്കണ കച്ചവടം പെടല്ല. അല്ല, ആള് വന്നാൽ ഞാൻ കൊടുക്കും. പാർക്കൻ സെയിൽ ആവുമ്പോ എന്താ ഇത് പണ്ട് നമ്മൾ പോത്തിനെ വെടിവെക്കാൻ വേണ്ടി SI വന്നൊരു കഥ ഉണ്ട്. അപ്പൊ SIക്ക് വെടി വെക്കണമെങ്കിൽ SP ഓർഡർ കിട്ടണം എന്ന രീതിയിലാണ്. ഇത് കസ്റ്റമർ വണ്ടിയാണെങ്കിൽ ഓരോ ഓർഡർ കിട്ടണം. എന്റെ മുതൽ ഞാൻ വാങ്ങിയതിന്റെ മേലെ എന്തെങ്കിലും ഒന്ന് പൊന്തി കിട്ടിയാൽ എനിക്ക് കൊടുക്കാം. അതാണ് നമ്മളെ കച്ചവടം. ഒരുപാട് സമയം വൈകിച്ചാൽ ഇവിടുന്ന് ലൈൻ ഒന്നാണ് കാണിച്ചു കൊടുത്ത ഈ തലവരെ ഉണ്ട്. ഈ ബാഗിൽ മുഴുവൻ നിങ്ങളെ കാണിക്കാൻ ഇത് മാഷാഅല്ലാഹ് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് എന്താ മദീന റോഡ് നോക്കിയാൽ മാതിരി വണ്ടി ഇഷ്ടം പോലെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വണ്ടികളും ഇതാ ഇത് 18 എന്നും ഇങ്ങനെ സ്റ്റോക്ക് കയറി കിടക്കണം. അതെ, അങ്ങനെ കിടക്കുമ്പോൾ എന്താ പറയാ, കസ്റ്റമർക്ക് എന്ത് ചെയ്യുള്ളൂ, വണ്ടി കിട്ടുള്ളൂ. കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നാണ് ചില കസ്റ്റമർക്ക് എന്താ പറയാ കൺഫ്യൂഷൻ ആകലുണ്ട്. ഇത് 18 G4 ഓട്ടോമാറ്റിക് വണ്ടി, മോശമില്ലാത്ത വണ്ടിയാണ്. 18 G4 ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ കിലോമീറ്റർ 1.10 ഓടിയിട്ടുള്ളൂ. 17 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യും, ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 18 വണ്ടി ഓട്ടോമാറ്റിക് 17 രൂപ. അതുപോലെ തന്നെ ഇത് 17 Z ഓട്ടോമാറ്റിക്, ബ്രൗൺസ് കളർ 17 Z ഓട്ടോമാറ്റിക്. ഇത് നമ്മൾ എന്ത് ചെയ്യോ, അതുപോലെ തന്നെ നമുക്ക് 16 റുപ്യാണ് ന്യായമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. 17 Z ഓട്ടോമാറ്റിക്കിന് 16 റുപ്യ. സോറി, 17 റുപ്യ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. അനിപ്പോ അതെ 16 ഇറക്കി 16 ഇറക്കി നമ്മൾ കൊടുക്കാം. അതെ അതെ അതെ. ഇത് 2018 G4 റീരജിസ്ട്രേഷൻ വണ്ടി. നല്ല നീറ്റ് ബ്രൗൺസ് കളർ A to Z ഫിറ്റിംഗ്സ്. ഇതെന്താ ഈ വണ്ടിയൊക്കെ നമ്മൾ ഒരു വണ്ടി പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താളാ. ഇത് കണ്ടോ,
റെയിൻ ഗാർഡ്, പിന്നെ റൂഫ് റെയില്, അതുപോലെ വെതർ ഷിപ്പ്, ക്രോം, കാച്ച് കവർ, ബാക്ക് സ്റ്റെപ്പ്, ടൈലാമ്പ്. ഇപ്പൊ ഈ ഒരു വണ്ടി നോക്കുമ്പോ ഇതിലെല്ലാം ഉണ്ട്, ഒരു കുഴപ്പം കാണുമോ? അതെ അതെ, എ ടു സെഡ് എന്താ പറയുക, ഇതിപ്പോ ഏറ്റവും ചൊറുക്കുള്ള കണ്ടീഷനിലാക്കി വെച്ചാലേ വണ്ടി ഇപ്പൊ വിൽക്കാൻ കഴിയും. ഇത് നമ്മൾ 14 ഉറുപ്പ്യൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒരു 13.5 ഉറുപ്പ്യാലും കൊടുത്തു വിടാം. ഇത് വൈറ്റ് 19 G+, ഇത് 15.4 ഉറുപ്പ്യാണ്, നമുക്ക് ഒരു 14.90 കിട്ടിയാലും ഞാൻ കൊടുത്തു വിടാം. 19 G+ വണ്ടിയാട്ടെ, സെക്കൻഡ് ഓണറിൽ നമ്പർ ആയ വണ്ടി. അതുപോലെ തന്നെ ഇവിടെ XUV കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള ഫോർച്യൂണർ പറഞ്ഞു. XUV 2015 W8. എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് ഒറ്റ വില പറഞ്ഞാൽ 4,90,000 രൂപ. ഇത് നമ്മളൊരു ടീമിന് കൊടുത്തിന്, ലോണിന്റെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നുകൊണ്ട് സംഭവിച്ച. അതെ 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 അതെ. ഇത് 13 2 വീൽ ഓട്ടോമാറ്റിക്. 13 2 വീൽ ഓട്ടോമാറ്റിക്. അതെ അതെ. അത് ഇതെന്താ വെച്ചാൽ ഇതുണ്ടല്ലേ, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ഇതിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് സമയം എടുക്കും. എല്ലാ A to Z ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടിക്ക്. 13 രൂപ നമ്മൾ ആവശ്യപ്പെടും, നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 13 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി 13 രൂപ. ഇതാണെങ്കിലോ ഇത് 2012 ഒറിജിനൽ കേരള മാനുവൽ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി ഇത് നമുക്ക് 11.5 ഉറുപ്പ്യ കൊടുക്കാം. 11,50,000 രൂപയ്ക്ക് നല്ല നീറ്റ് വണ്ടി. 12 ഒറിജിനൽ കേരള ഒറ്റ ഓണർഷിപ്പ് വണ്ടി, രണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 13 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ. ഇത് നമ്മൾ 12.5 ഉറുപ്പ്യ ആവശ്യപ്പെടും, നമുക്ക് ന്യായമായിട്ട് ഇതും ചെയ്തു കൊടുക്കാം. 13 ആണ്. വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ്, ഒന്നും പറയാനില്ല, അത്രയും വൃത്തിയുള്ള വണ്ടി. ഇതൊക്കെ എന്താ ഇതിന്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ, ഈ വണ്ടിന്റെ ഒക്കെ വലിപ്പം അറിയണമെങ്കിൽ എന്താ പറയുക, നമ്മൾ ആനനെ ആയാലും നാൽക്കാലിനായാലും പയ്യനായാലും തൊഴുത്തുനിന്ന് പുറത്തേക്കാണ് കിട്ടുമ്പോൾ അതിന്റെ വലിപ്പം കിട്ടുള്ളൂ. ഇതിങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പം കിട്ടില്ല. അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇത് 2011 വണ്ടി. 11 ആ പഴയ ഷേപ്പ് വണ്ടിയുമ്പോ ഒരു പോറലില്ല അല്ലെ. 11 വണ്ടി. ഇതിപ്പോ എന്താ ഇതിന്റെ ബമ്പറൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പോളിഷും ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ച അല്ല അങ്ങനെ. അതായത് ഒരു റീപ്ലേസും വണ്ടിക്ക് പറയണ്ട. 2011 വണ്ടിയാണ് നമ്മൾ പട്ടാമ്പിക്കാരെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ചിന് എടുത്തത്. ചെയ്തിട്ടില്ല. ഒറിജിനാലിറ്റി ഇത് മാണ്ടികൾക്ക് നമുക്ക് എന്താ 1,00,000 രൂപ നമ്മൾ ചെയ്തും കൊടുക്കും. എന്താ വില ഇതിപ്പോ? ഇത് നമുക്ക് 8.4 ഉറുപ്പ്യ, നമുക്കൊരു 8 ഉറുപ്പ്യക്ക് കൊടുക്കാം. 4x4 മാനുവൽ. 4x4 മാനുവൽ വണ്ടി 8 ഉറുപ്പ്യക്ക് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 11 വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ശരിക്കും ഈ കമ്പനി വരുന്ന സ്റ്റിക്കർ ഇത് നമ്മൾ എടുക്കുമ്പോഴേ ഇതുമായി സാധനം ഉണ്ട്. ഇത് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നത് ലിമിറ്റഡ് എഡിഷൻ ആണെന്നാ തോന്നുന്നത്. എന്തെങ്കിലും വന്നായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ കണ്ടില്ല. ഇല്ല. ശരി, ഇതിപ്പോ മോഡൽ എന്തായാലും ഇത് 2015 വണ്ടിയാണ്. 15 റീവണ്ടിയാണ്. പക്ഷെ വണ്ടിന്റെ കിലോമീറ്റർ 1.5 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ടയോട്ടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ നമുക്ക് എന്താ വില? 15 വണ്ടി. ഇത് 15 വണ്ടി നമുക്ക് 14.4 ഉറുപ്പ്യക്ക് കൊടുക്കാം. 15 വണ്ടി മാനുവൽ ഡ്രൈവ്. ശരി, അത്യാവശ്യം നല്ല. ഇത് മാനുവൽ? മാനുവൽ 15 മാനുവൽ 4x4 അല്ല, 4x2 ഒറ്റ ലിവർ ഉള്ളൂ. 2 വീൽ മാനുവൽ. വളരെ റെയർ സാധനം. അതെ 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 അതെ. അപ്പോൾ ആർക്കെങ്കിലും വേണം നോക്കിയാൽ വില പറഞ്ഞില്ല. വില നമ്മൾ പറഞ്ഞു 14.4 ഉറുപ്പ്യ. ലോ കിലോമീറ്റർ ആണ്, 1.5 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. സർവീസ് ജെന്യൂൻ ആണ്. ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാണ് ഇത് മുഴുവനും. ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്തായാലും നൂറുദിനാരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം കേട്ടോ. A to Z നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ആർക്കും ഒരു കുറ്റം പറയാണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നൂർ മോട്ടോഴ്സിൽ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഫോർച്യൂണറും ക്രിസ്റ്റയും മാത്രമാണ്. ആ ഒരു എപ്പിസോഡിന്റെ അവസാന ഭാഗം അവസാനത്തെ 8 വണ്ടി കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. വണ്ടി കൂടി അവസാനിപ്പിക്കാം. പിന്നെ അല്ല, വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെയും പറയാം. എന്റെ തിരക്ക് ഇങ്ങനെ കൂട്ടേണ്ടതില്ല. തിരക്ക് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് എന്താ വ്യക്തതയിലും കൃത്യതയിലും പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോ എന്താ നിങ്ങൾക്ക് വ്യക്തം? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അർജന്റ് കൂട്ടണോണ്ട് അങ്ങനെ പറഞ്ഞു. ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് ഓവർ ലെങ്ത് വീഡിയോ ആണെങ്കിൽ കണ്ടിരിക്കാനുള്ള സമയം രണ്ടെണ്ണാക്കി കൊടുക്കുന്നു. ജനങ്ങൾ കാണട്ടെ. ഈ ജനങ്ങളാണ് അന്യം വലുതാക്കിയത്. നമ്മൾ ഒരിക്കലും ബന്ധ പയ്യ മറക്കാൻ പാടില്ല. പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ ഒരേ വണ്ടി നമുക്ക് എല്ലാം ഓരോന്നും വില മാത്രമേ മാറുന്നുള്ളൂ, മോഡൽ ഇത് മാത്രം. പിന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ക്രിസ്റ്റ ഫുള്ള് പടം കിട്ടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജനങ്ങൾ നമ്മളെ കാണാൻ വേണ്ടി, നമ്മളെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത് നമ്മളെ വീഡിയോ കാണുന്ന 50% ആൾക്കാർ അന്യം കേൾക്കാൻ വേണ്ടി കാത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അല്ലാത്തോളം എന്ത് ചെയ്യാ, വല്ലാതെ ഡ്രസ് ഇല്ലാത്ത അന്റിന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ നോക്കിക്കോട്ടെ. അല്ലാത്ത റീലുണ്ട്. ഇത് 2018 ആണ്. ടൈപ്പ് 2 മാറ്റിയ, അതായത് പിന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില സെക്കൻഡ് ഓണറിലാണ്. ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുക. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 13.5 ഉറുപ്പ്യാണ്. നമുക്ക് ന്യായമായിട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ടയറും പുത്തനാണ്. ഫ്രണ്ട് രണ്ടും ആക്കണ്ട. ആൻഡ്രോയിഡ് സീറ്റ് ഒക്കെ ഉണ്ട്. A to Z ഫിറ്റിംഗ്സ് ഉണ്ട്. അതായത് മെയിൻ ക്ലാസ് പോലും ഇല്ല. ഇനി ആവശ്യക്കാരനാണ് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ 2 ലക്ഷം ഉറുപ്പ്യ മുടക്കണോന് ക്രിസ്റ്റ ശരാശരി എന്താ പറയുക, ക്രിസ്റ്റ എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 1.5-2 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്രിസ്റ്റ. ഇത് നമ്മൾ 13.5 ഉറുപ്പ്യ പറഞ്ഞു. 13,50,000 രൂപ. 11 ഉറുപ്പ്യ എഗ്രി ലോണാണ്. ഇനി 11.5 കിട്ടും. 8 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് കൊണ്ടുപോയിക്കോട്ടോ. ഒരാഴ്ച ഉപയോഗിച്ചു
അതൊക്കെ തന്നാൽ മതി, അതിനൊന്നും പരാതിയും പരിഭവവും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2018 ഒറിജിനൽ കേരള, ഒറ്റ ഓണർഷിപ്പ് ഉള്ള വണ്ടി. നല്ല നീറ്റ് വണ്ടി, നല്ല നീറ്റ് സിൽവർ കളറിൽ ഒറ്റ ഓണറുള്ള 18 മോഡൽ G4 വണ്ടി. ശരി, കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. അതും സിംഗിൾ ഓണർ കേട്ടോ, സിംഗിൾ ഓണർ വണ്ടി. എന്താ വില? ഇതൊക്കെ ഒറ്റ വില പറയുള്ളൂ. പ്രൊഫൈൽ ഉള്ളാക്കാണെങ്കിൽ 1 ലക്ഷം റുപ്യ മതി ഇതിന്. 14,000 റുപ്യക്ക് ഞാൻ വണ്ടി കൊടുക്കും, 13,500 ലോണും കിട്ടും. ഒറിജിനൽ കേരളയാണ്. ഹൈ പ്രൊഫൈൽ ആണെങ്കിൽ 13,500 റുപ്യ ലോൺ കിട്ടും, 1 റുപ്യ മുടക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് സെറ്റ് ഓട്ടോമാറ്റിക് ആണല്ലോ? അതെ. അല്ല, ഇത് സെറ്റ് ഓട്ടോമാറ്റിക് അല്ല, ഇത് 2017 വി ക്രിസ്റ്റ. വി ആണ്, 17 വി ആണ്. അതായത് ഇത്രയും വണ്ടി കാണിച്ചതിൽ ഒറ്റ വി അല്ല. വി ക്രിസ്റ്റ നമ്മൾ അവിടെ കാണിച്ചു. പഠിച്ചോനെ വി ക്രിസ്റ്റ മാത്രം 5 എടുത്തില്ല. ഞാൻ ആ ബാക്കിൽ 1-2 വണ്ടി എന്നോട് പറഞ്ഞിരിക്കണം, എല്ലാ സാധനവും പറഞ്ഞു. G4 ഉണ്ട്, അതുപോലെ തന്നെ വി ഉണ്ട്, സെഡ് ഉണ്ട്, ഇത് 2017 ആണ്. ഇതിന്റെ ഹൈലൈറ്റ് ഒറിജിനൽ കേരള വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസും ആണ്. 0 ക്ലെയിം, അത് അതിന്റെ ഹൈലൈറ്റ് കേട്ടോ. നാളെ 0 ക്ലെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 0 എന്ന് പറഞ്ഞാൽ 0 അപ്പൊ ഒന്നുമില്ല. നാളെ എന്ത് ചെയ്തോളി, ടയോട്ടയെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളി. അമാന ടയോട്ട 20 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യുക, പറയുന്ന പൈസ എന്നിട്ട് തന്നാൽ മതി. വി എന്ന് പറയുമ്പോൾ മാനുവൽ ആണ്. അതെ, മാനുവൽ വണ്ടിയാണ്. അതെ. ബിയില് മാനുവലേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. എന്താ വില? ഇത് നമ്മൾ 17 റുപ്യ ആവശ്യപ്പെടും, ന്യായമായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. കാരണം 17 വി ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ 1.5 ഓടിയിട്ടുള്ളൂ. അതേ സാധനം അധികം നോക്ക്. ഇത് 17 വി ആണ്, റീ ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഒരു 14 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 5 റുപ്യ നമ്മൾ ചോദിക്കാം. അപ്പൊ അതിന്റെ വ്യത്യാസം പേർക്ക് മനസ്സിലായില്ലേ? റീയും കേരളയും തമ്മിൽ 2.5 ലക്ഷം റുപ്യന്റെ വ്യത്യാസം ഉണ്ടാവും. 2 ലക്ഷം റുപ്യന്റെ വ്യത്യാസം. കാര്യം കൂടി പറഞ്ഞുതരാം. ഇതും അതും ടൊയോട്ട ഇറക്കിയ വണ്ടിയാണ്, ഒരേ വണ്ടിയാണ്. 2 സംസ്ഥാനത്ത് ഇറങ്ങിയപ്പോൾ വന്ന മാറ്റം. അതെ. ഇതിലിപ്പോ എന്താ വെച്ചാൽ RC എന്തായി മൈഗ്രേറ്റഡ് ഫ്രം അതർ സ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിലിപ്പോ എഴുതൂല എന്നുള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഉപയോഗിക്കാൻ എടുക്കുന്നവന് നല്ല വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. ഈ കച്ചവടത്തിന് എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ വേണമല്ലോ, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് നിയമങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഫോർച്യൂണറുകൾ ക്രിസ്റ്റകളൊക്കെ കാണിച്ചു തന്നു. ഇൻഷാല്ലാ അടുത്ത നമ്മൾ എപ്പിസോഡ് ചെറിയ വണ്ടികൾ എക്സ്ചേഞ്ചിന് വന്ന 8-10 വണ്ടികൾ നമ്മൾ എടുത്ത്. അതുപോലെ തന്നെ ഇവിടെ കുറെ അധികം ഇന്നോവകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ഇന്നോവന്റെ കേസിൽ വില കുറച്ച് കൊടുക്കണ്ടോ? എല്ലാ വണ്ടിയും വില കുറച്ച് കൊടുക്കുള്ളൂ. ഇവിടെ വില അറിയണമെന്ന് ഒരാളും പറയാൻ പാടില്ല. പിന്നെ ഇപ്പൊ എന്താ ഞാൻ എന്നോട് പറയാം, ബെരുന്നോന് ഈ വണ്ടി വെറുതെ കിട്ടണം, നമുക്കിത് കട്ടുകൊടുന്നാലല്ലടാ വെറുതെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാനായാലും വെച്ചാലും നമ്മളിപ്പോ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വാച്ചാട്ടെ മൊബൈലാട്ടെ എന്തായാലും ഞാൻ നല്ലോണം ബാർഗൻ ചെയ്ത് വാങ്ങുന്ന ആളാണ്. ബാർഗൻ ചെയ്ത് വാങ്ങുമ്പോൾ നമുക്കിത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറയാം, ഭായി 5.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ 5.5 ലക്ഷം റുപ്യ അതിന്റെ അർത്ഥം 5 വണ്ടി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 4.5 തുടങ്ങുക, 4.5 തുടങ്ങുക. അതായത് ഇങ്ങനെ ഡൽഹി പോയിട്ട് ബാർഗൈൻ ചെയ്ത് വാങ്ങുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനോട് ആരെങ്കിലും വന്ന് ബാർഗൈൻ ചെയ്യുമ്പോൾ അത് പ്രശ്നം അല്ല. അങ്ങനെയല്ല, നമ്മളെന്താ പറയുക, നമ്മൾ ഈ പാച്ചിലിന്റെ ഊക്കോണാണ് ആയുസിന്റെ നീട്ടെന്ന ചെല്ല്. നമ്മളെ നായി വൈത്താലെ കൂടുമ്പോൾ പാച്ചിലിന്റെ ഊക്കോണാണ് ആയുസിന്റെ നീട്ടം. നമ്മൾ എത്ര വില കുറച്ച് മേടിക്കണോ അത്രയും കസ്റ്റമർക്ക് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ വിഷയം. അപ്പൊ അതിന്റെ അടുത്ത് വന്ന ആളുകൾ, ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ, നമ്മൾ എന്തെങ്കിലും കാട്ടിയിട്ട് ഒരാളൊരു ആവശ്യക്കാരൻ വന്നാൽ അവന്റെ തലേക്ക് ഒരു മുതൽ വെച്ചു കൊടുക്കും, ആവശ്യക്കാരനാണെങ്കിൽ. അപ്പൊ എന്താ വെച്ചാൽ ലാഭം നോക്കിയിട്ടല്ല, ലാഭം കുറച്ച് കൊടുക്കാം, അല്ല നഷ്ടത്തിന് കൊടുക്കുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ടയോട്ടന്റെ വണ്ടികൾ ഇന്നോവയും ക്രിസ്റ്റയും ആണെന്നുണ്ടെങ്കിൽ 100 മോട്ടോഴ്സ് നിങ്ങൾ പോകുന്നോളി. മലപ്പുറം ജില്ലയിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ വെള്ളോമ്പുറത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നമ്മളെ പഴയ ഷോറൂം അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെയാണ്. റെഡ് ബെൽ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ് ഒരു 5-6 മാസമായിട്ട്. അപ്പൊ ഇന്നോവയും ക്രിസ്റ്റയും ഫോർച്യൂണർ ടയോട്ടന്റെ വണ്ടി വേണ്ടോലും എന്ത് ചെയ്തോളി, നമ്മളെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകുന്നോളി. വണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കും, വേറെ കൂടുതൽ നമ്മൾ പറയണ്ട. 1.5 ലക്ഷം രൂപ മുതൽ ഏകദേശം ഈ പറഞ്ഞ പോലെ 10-24 ലക്ഷം രൂപ വരെ. അതെ 1.5 ലക്ഷം റുപ്യ ക്രിസ്റ്റ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫോർച്യൂണർ ആണെങ്കിൽ നമ്മളെടുത്ത് 6.25 ലക്ഷം റുപ്യ അതും സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാനുവൽ 2010 മാനുവൽ 6.25 തൊട്ട് സ്റ്റാർട്ടിംഗ് അതും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും